ഈ പുതിയ മാറ്റത്തിൽ നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ പരസ്യ ഏജൻസികളും ഡിജിറ്റൽ ഏജൻസികളും എത്രമാത്രം പ്രിപ്പയർഡാണ്, അല്ലെങ്കിൽ അവർക്ക് എത്രമാത്രം കപ്പാസിറ്റി ഉണ്ട് ഈ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മാറാൻ? ഞാനിതിന് ഉത്തരം പറഞ്ഞാൽ കുറേ പേരെ ഞാൻ റോഡ് വെച്ച് കാണുമ്പോൾ പ്രശ്നവും. എന്നാലും ഞാൻ കുറച്ച് പറയാം. കേരളത്തിൽ അഡ്വർടൈസിങ് ഏജൻസികളെല്ലാം തന്നെ ഈ മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പ്രശ്നം നമ്മുടെ നാട്ടിൽ നല്ല ഷോർട്ടേജ് ഓഫ് ടാലൻ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ കുറച്ച് SEOക്കാരുണ്ട്, കുഴപ്പമില്ലാതെ. അതിൻ്റെ മേലോട്ട് ഡിജിറ്റൽ എന്ന് പറയുന്നത് ഗൂഗിൾ ആഡ്വേർട്സ് ചെയ്യുക, സോഷ്യൽ മീഡിയ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു അഡ്വൈസ് ചെയ്യുന്ന അഡ്വർടൈസിങ് ഏജൻസീസ് ഇല്ല എന്ന് തന്നെ പറയാം. ക്ലയൻറ്റിനോട് സോഷ്യൽ മീഡിയ എങ്ങനെ യൂസ് ചെയ്യണം എന്നൊരു സ്ട്രാറ്റജി പറഞ്ഞു കൊടുക്കുന്ന അഡ്വർടൈസിങ് ഏജൻസി ഇല്ല എന്ന് തന്നെ. പല ക്ലയൻറ്റുകളും സ്വന്തമായിട്ടാണ് ഡിജിറ്റൽ കാര്യം വെച്ച് SEO ചെയ്തു പോകും, ഗൂഗിൾ ആഡ്വേർട്സ് ചെയ്തു പോകും, യൂട്യൂബ് അഡ്വർടൈസ്മെൻറ്റ്, അങ്ങനെ. ഇപ്പം കുറച്ച് അഡ്വർടൈസിങ് ഏജൻസീസ് ഡിജിറ്റലിലൊക്കെ ഇത് ചെയ്യുന്നുണ്ട്, അഡ്വൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ സോഷ്യൽ ഇപ്പോഴും മാറി നിൽക്കുകയാണ്. കാരണം അത്രയും കേപ്പബിൾ ആകാൻ ശ്രമിക്കുമ്പോഴും ഷോർട്ടേജ് ഓഫ് ടാലൻ്റ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. റിയലായിട്ട് സ്ട്രാറ്റജി പറഞ്ഞു കൊടുക്കാനുള്ള ഷോർട്ടേജ് ഓഫ് ടാലൻ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു ലിസണിങ് ടൂൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ക്ലയൻസിന് അറിയത്തില്ല. വലിയ പല ക്ലയൻസിനും ലിസണിങ് ടൂൾസ് ഉണ്ടെന്ന് പോലും അറിയത്തില്ലല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു തിങ് ഉണ്ട്. ഞാനൊരു കേരളത്തിൽ വൻകിട നമ്മുടെ FMCG ബ്രാൻഡിൻ്റെ അടുത്ത് പോയ സമയത്ത് അവർക്കൊരു ടീമുണ്ട്, അവർക്ക് 12 സോഷ്യൽ മീഡിയ ടീംസ് ഉണ്ട്. ബട്ട് ദേ വർ നോട്ട് യൂസിങ് എനി സോഷ്യൽ മീഡിയ ലിസണിങ് ടൂൾസ്. സോഷ്യൽ ലിസണിങ് അവർക്ക് അറിയില്ല. അപ്പം ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യണം. കേരളത്തിലെ അഡ്വർടൈസിങ് ഏജൻസികൾ ശ്രമിക്കുന്നില്ലെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ശ്രമിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി, ഒരിടത്തും എത്തുന്നില്ല. യു ഹാവ് ടു ട്രൈ ലിറ്റിൽ ഹാർഡ്. അല്ലെങ്കിൽ ക്ലയൻറ്റ് ഒരു കാര്യം ഞാൻ പറയാം. പണ്ട് ഓണമാകുമ്പോഴും ക്രിസ്മസ് ആകുന്ന സമയത്ത് ഇന്ന ടെലിവിഷനിലെ മെഗാ സിനിമ, സൂപ്പർ ഹിറ്റ് സിനിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നതെന്നും പറഞ്ഞ് അതിൻ്റെ പവേർഡ് ബൈയും അതിൻ്റെ സ്പോൺസർഷിപ്പ് വയ്ക്കാൻ വേണ്ടി മീഡിയകൾ വരുമായിരുന്നു. ഇപ്പം ആരാ സിനിമ കാണുന്ന? സിനിമ ഉണ്ടല്ലോ, എന്ത് പവേർഡ് ബൈ, എന്ത് ഡസൻ മേക്ക് എനി സെൻസ്. അപ്പോൾ പണ്ട് മീഡിയകൾ കാരണം ആ ട്രഡീഷണൽ മീഡിയയ്ക്ക് കൊടുത്തിരിക്കുന്ന പൈസ എടുത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് കൊടുക്കുക അല്ലേ. അപ്പോൾ ട്രഡീഷണൽ മീഡിയ ഇവിടെ തളർന്നു തുടങ്ങി. അത് അഡ്വർടൈസിങ് ഏജൻസിക്ക് മനസ്സിലായി. പക്ഷേ അതിന് പകരം സജസ്റ്റ് ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഏജൻസികൾ പറ്റുന്നില്ല. അവർക്കും അറിയാവുന്നത് കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ച് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറം ആർക്കും അറിയത്തില്ല. അതിൻ്റെ അപ്പുറം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പെർസെപ്ഷൻ മാനേജ്മെൻറ്റ് ടൂൾസ് ഉപയോഗിക്കുകയോ ഇച്ചുകൂടെ ചെയ്യാനുണ്ട്, ചെയ്യാൻ സാധിക്കുമായിരിക്കും, ചെയ്യാനുണ്ട്.